വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കണം. പറ്റുമെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മളിൽ പലർക്കുമുള്ള ഒരു തോന്നലുണ്ടാകും, യൂണിവേഴ്സ് മെസ്സേജ് വന്നു, എനിക്ക് സയൻസ് കിട്ടി, ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആയി, ഇനി ലൈഫ് ചേഞ്ച് ആകണം അല്ലെങ്കിൽ ആകും എന്നൊരു പ്രതീക്ഷ. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ എല്ലാം പഴയ പോലെ തന്നെയാകും. ജീവിതത്തിൽ യാതൊരു മാറ്റവുമില്ല. അപ്പോൾ ഒരു സംശയം വരും, ഞാൻ തെറ്റായി മനസ്സിലാക്കിയതാണോ, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് എന്നെ ഇഗ്നോർ ചെയ്യുകയാണോ? സത്യത്തിൽ പ്രശ്നം അവിടെയല്ല. പ്രശ്നം വളരെ സൂക്ഷ്മമായ ഒരു സ്ഥലത്താണ്. നമ്മൾ മെസ്സേജ് ഏറ്റുവാങ്ങുന്ന രീതിയിലാണ്. യൂണിവേഴ്സ് മെസ്സേജ് എന്നത് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതൊരു ലൗഡ് അനൗൺസ്മെൻ്റ് അല്ല. അത് നിശബ്ദമായ ഒരു സൂചനയാണ്. ചിലപ്പോൾ ഒരു തോട്ടായി വരും, ചിലപ്പോൾ ഒരു ഫീലിംഗ് ആയി വരും, ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആകുന്നത് പോലെ തോന്നും, ചിലപ്പോൾ ഒരാളുടെ വാക്ക് നമ്മളെ തൊടുന്നത് പോലെ തോന്നും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വീഡിയോ കാണും. പക്ഷേ അവിടെയാണ് ഫസ്റ്റ് മിസ്റ്റേക്ക്. നമ്മൾ മെസ്സേജിനെ കേൾക്കും, പക്ഷേ അത് ഫോളോ ചെയ്യാനുള്ള ഒരു കറേജ് ഇല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഏതെങ്കിലും സമയത്ത് ഒരു മെസ്സേജ് വരും. ഏത് പ്രശ്നത്തിനെ പറ്റിയെങ്കിലും നിങ്ങൾ ഫീൽ ചെയ്യുന്ന സമയത്ത് അത് സംബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഈ റിലേഷൻഷിപ്പ് എനിക്ക് ശരിയാവില്ല, ഇതിൽ നിന്ന് ഞാൻ മാറണം എന്നൊരു ക്ലാരിറ്റി ഉണ്ടാകും ചില സമയങ്ങളിൽ. പക്ഷേ ആ മെസ്സേജ് വ്യക്തമായി നിങ്ങൾക്ക് കിട്ടും, ഈ പ്രപഞ്ചം നിങ്ങൾക്കത് തരും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി നോക്കാം, മേ ബി ഇതിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായെങ്കിലോ എന്ന് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടാകും. അപ്പോൾ യൂണിവേഴ്സ് വീണ്ടും വീണ്ടും ആ സെയിം ലെസണെ ഡിഫറെൻ്റ് ഫോമിൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. ഒന്നിൽ ആ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് പെയിൻ അധികമായിട്ട് ഉണ്ടാക്കി തരും, ഇല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ കൂട്ടിത്തരും. ഇങ്ങനെയൊക്കെയുള്ള പല സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. അത് നിങ്ങൾക്ക് മെസ്സേജ് കിട്ടാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് ആക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. ആ മെസ്സേജ് നിങ്ങൾക്ക് ആൾറെഡി നിങ്ങൾക്ക് വന്നു, ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നു, പക്ഷേ നിങ്ങളത് സ്വീകരിക്കുന്നില്ല. രണ്ടാമത്തെ സത്യം, യൂണിവേഴ്സ് മെസ്സേജ് ഒരു ഡയറക്ഷൻ മാത്രമേ കാണിക്കുകയുള്ളൂ. ആ ഡയറക്ഷനിലൂടെ നടക്കേണ്ടത് നിങ്ങളാണ്. പലരും സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്നതിനെ ഒരു മാജിക് പോലെയാണ് കാണുന്നത്. ഒരു സൈൻ കിട്ടിയാൽ ലൈഫ് ഓട്ടോമാറ്റിക്കായി ചേഞ്ച് ആകണം എന്നൊരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ റിയാലിറ്റി അതല്ല. യൂണിവേഴ്സ് ഡോർ ഓപ്പൺ ചെയ്യും, അതിലൂടെ കടക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇവിടെ മൂന്നാമത്തെ വലിയൊരു കാരണം, മെസ്സേജ് കിട്ടുമ്പോൾ അത് നമ്മളെ കംഫർട്ട് സോണിന് പുറത്താണ് കൊണ്ടുവരുന്നത്. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതാണ് ട്രൂത്ത്. കാരണം ചേഞ്ച് എന്നത് ആൾവേസ് ഒരു അൺകംഫർട്ടബിളാണ്. നിങ്ങൾക്ക് മെസ്സേജ് വരും, നീ ഈ ജോബ് വിടണം, ഇത് നിനക്ക് സന്തോഷം തരുന്നില്ല. പക്ഷേ ഇമ്മീഡിയറ്റ്ലി മൈൻഡ് എന്ത് പറയും? സാലറി എന്താകും? ഇത് പോയാൽ എൻ്റെ ശമ്പളം എന്താകും? ഫാമിലി എങ്ങനെ മാനേജ് ചെയ്യും? അതായത് ഫിയർ കൺട്രോൾ എടുക്കും. മെസ്സേജ് സൈഡിലേക്ക് പോകും. അപ്പോൾ ആ ജോലി അവിടെ ഉപേക്ഷിക്കുന്നില്ല. അപ്പോൾ ജീവിതത്തിന് മാറ്റം വരുമോ? ഒരിക്കലുമില്ല. നമ്മൾ മെസ്സേജിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഫിയറിനെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, കൺസിസ്റ്റൻസി ഇല്ലായ്മ. ഒരു ദിവസം മെസ്സേജ് മനസ്സിലാക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കാണുകയാണ്, ഒരു യൂണിവേഴ്സ് മെസ്സേജ് വീഡിയോ കാണുകയും ഇത് കണ്ടാൽ നിങ്ങളുടെ ജീവിതം മാറും എന്നൊരു വീഡിയോ കാണുകയാണ്. അത് കാണുന്ന അന്ന് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഒരു മോട്ടിവേഷൻ ഉണ്ടാകും. മൂന്നാം ദിവസം പഴയ ഹാബിറ്റ്സ് അതേപോലെ വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യും. ഇത് തന്നെയാണ് ബിഗസ്റ്റ് ട്രാപ്പ്. യൂണിവേഴ്സ് മെസ്സേജ് ഒരു സീഡ് പോലെയാണ്. അത് നമ്മളിൽ പതിക്കും, പക്ഷേ അത് വളരാൻ നമ്മൾ ഒരു ഡെയിലി എഫേർട്ട് വേണം, ഇല്ലെങ്കിൽ അത് ആ വിത്ത് അവിടെ മരിക്കുകയാണ്. നിങ്ങൾ മെഡിറ്റേഷൻ തുടങ്ങും, സെൽഫ് അവെയർനെസ് ഉണ്ടാകും, പക്ഷെ 3 ദിവസം കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ പറയും, എനിക്ക് മെസ്സേജ് വർക്കായില്ല. സത്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ മെസ്സേജിനെ ഒരു പകുതി വരേക്ക് പിന്തുടർന്നിട്ട് നിങ്ങളതിനെ വിട്ടു കളയുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ റോങ് പാത്തിൽ നിന്നും നിങ്ങളെ തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷെ നിങ്ങൾ വീണ്ടും ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, അപ്പോൾ എങ്ങനെ മെസ്സേജ് ലൈഫ് മാറ്റാം? അതിനുള്ള ആൻസർ വളരെ സിമ്പിളാണ്. പക്ഷേ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ വേണം. ആദ്യം വേണ്ടത് അവെയർനെസ് ആണ്. നിങ്ങൾക്ക് വരുന്ന തോട്ട്സ്, ഫീലിങ്സ്, റിപ്പീറ്റഡ് പാറ്റേൺസ് എല്ലാം ഒബ്സർവ് ചെയ്യണം. ജഡ്ജ്മെൻ്റ് ഇല്ലാതെ ഒബ്സർവ് ചെയ്യണം. രണ്ടാമത് ഒരു ഹോണസ്റ്റി ഉണ്ടാവണം. നിങ്ങൾക്കുള്ളിൽ വരുന്ന ട്രൂത്തിനെ അക്സെപ്റ്റ് ചെയ്യണം.
അത് എന്തായാലും, അത് സങ്കടമായാലും സന്തോഷമായാലും എല്ലാം വരുന്ന എല്ലാത്തിനെയും നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. മൂന്നാമത് നിങ്ങൾ ആക്ഷൻ എടുക്കണം. ചെറിയ സ്റ്റെപ്സ് ആയാലും സ്റ്റാർട്ട് ചെയ്യണം. അവിടെ മെസ്സേജ് അനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യണം. നാലാമത് നിങ്ങൾ ചെയ്യേണ്ടത് കൺസിസ്റ്റൻസിയാണ്. ഡെയിലി ചെറിയ എഫേർട്ട് എടുക്കണം. അത് തന്നെയാണ് വലിയ ചേഞ്ച് ഉണ്ടാക്കുന്നത്. അഞ്ചാമത് സറണ്ടർ ചെയ്യണം. റിസൾട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത്. പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യണം. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്ലോലി ലൈഫ് ചേഞ്ച് ആകാൻ തുടങ്ങും. ഒരു ദിവസം സഡൻലി വലിയ മിറക്കിൾ ആയിട്ടല്ല ആ ചേഞ്ച് ഉണ്ടാകുന്നത്. ബട്ട് ഗ്രാജുവലി നിങ്ങൾ തന്നെ നോട്ടീസ് ചെയ്യും. നിങ്ങളുടെ തിങ്കിങ് മാറുന്നു, നിങ്ങളുടെ റിയാക്ഷൻസ് മാറുന്നു, നിങ്ങളുടെ ലൈഫ് ഡയറക്ഷൻസ് മാറുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ യൂണിവേഴ്സ് മെസ്സേജ് എപ്പോഴും ഉണ്ടായിരുന്നു, ഞാനത് കേൾക്കാൻ റെഡി ആയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇതൊരു ഡീപ്പ് റിയലൈസേഷനാണ്. അവസാനം ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കണം. ഈ യൂണിവേഴ്സ് മെസ്സേജ് നിങ്ങളുടെ ലൈഫ് മാറ്റാൻ വന്നതല്ല, നിങ്ങളെ നിങ്ങൾ തന്നെ മാറ്റാൻ ഗൈഡ് ചെയ്യാൻ വന്നതാണ്. നിങ്ങൾ മാറുമ്പോൾ ജീവിതം ഓട്ടോമാറ്റിക്കലി മാറുന്നു. അത് പുറത്തുനിന്ന് വരുന്നതല്ല, അത് ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇതാണ് സത്യത്തിൽ ഏറ്റവും വലിയ സീക്രട്ട്. ഒരിക്കലും മെസ്സേജ് വർക്കായില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടരുത്. ചോദിക്കേണ്ടത് ഇതാണ്, ഞാനത് ഫോളോ ചെയ്തോ? അത് ഹോണസ്റ്റി ആൻസർ ചെയ്താൽ നിങ്ങളുടെ ലൈഫ് ഡയറക്ഷൻ തന്നെ മാറും. ചിന്തിക്കുക, യൂണിവേഴ്സ് മെസ്സേജിനെ വിശ്വസിക്കുക. ഈ യൂണിവേഴ്സ് എപ്പോഴും നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. നിങ്ങൾ മാറാൻ തയ്യാറാണോ? സ്വയം ചോദിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നന്ദി, വണക്കം. അടുത്ത വീഡിയോയിൽ കാണാം.